നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ സർഗസംവാദം നടക്കുകയാണ് ഇപ്പോൾ. ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ശ്രീ മധുവേട്ടനും എന്നെക്കാൾ പ്രായക്കുറവാണെങ്കിലും ഏട്ടത്തെ വിളിക്കാത്തപ്പെട്ട രീതി. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമത്തെ, ഈ ശ്രമത്തെ ഓരോ കൊല്ലം കഴിയുന്തോറും അത് ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ കുടുംബാശയം എന്ന് പറയുമ്പോൾ പൊതു കുടുംബമാണ്. സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പന്ഥാവിന് അമൂല്യമായ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ശ്രീ രാജേഷ്, അദ്ദേഹം ഈ തുടങ്ങിയ കാലത്ത് മുതൽ അദ്ദേഹത്തോടൊപ്പം നിന്നയാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള വേദ സംസ്കാരത്തിൻ്റെ പന്ഥാവിൽ കൂടുതൽ മുഴുകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഇന്ന് കേരളം അംഗീകരിക്കുന്ന കാണുമ്പോൾ, ഞാൻ പന്തളത്ത് ഞാൻ 3 ദിവസം പോയിരുന്നു. പഴയ പ്രാന്തസംഘചാലകൻ്റെ അനുസ്മരണം വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് 100ാം വാർഷികം ആഘോഷിക്കുന്നതുകൊണ്ട് ഇവിടെ പോകാൻ സാധിച്ചു. അതിൽ പ്രഭാഷണം നടത്താനും സാധിച്ചു. എൻ്റെ പിറ്റേ ദിവസം ആചാര്യശ്രീ ഉണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ അങ്ങനെ പിന്നെ ഒരു പരിപാടിയുടെ ഈ നവരാത്രി ആഘോഷത്തിൻ്റെ കണ്ണൂരിൽ ഉദ്ഘാടനത്തിന് പോവുകയാണ്. ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഈ പൊതുസമൂഹത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മുന്നേറ്റം, ഇതെല്ലാം കാണിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവ് അതിന് രാജനൈതികമായ ശബ്ദത്തിൽ കാണാനോ രാജനൈതികയ്ക്കപ്പുറമുള്ള ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാനോ നാം ശ്രമിക്കേണ്ടി വരുമ്പോൾ, എനിക്ക് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് യഥോ ധർമ്മസ്തതോ ജയ എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ധർമ്മമുണ്ടെങ്കിൽ രാജാവ് വേണ്ട എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ പൂർവികരുടെ സങ്കല്പത്തിൽ ഏറ്റവും എല്ലാത്തിലും അതീതമായി നിൽക്കുന്ന ധർമ്മമാണെന്നുള്ള സങ്കല്പം ഇവിടെ അധ്യക്ഷ ഭാഷണത്തിലും ഒരു ഊന്നൽ കൊടുത്തത് അതിലേക്കാണ്. വിശദമായിട്ട് അവർക്ക് 10 മിനിറ്റ് സമയമുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതൽ പോയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു പന്താവിലേക്കുള്ള ഈ പോക്ക് വളരെ ഗുണകരമാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവിടെ ബന്ധപ്പെട്ട കേസരിയോട് ബന്ധപ്പെട്ട സംഘത്തോട് ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. ഒരു സമൂഹത്തിൻ്റെ അജണ്ട സൃഷ്ടിക്കേണ്ടത് ആരാണ്? നമ്മൾ വിചാരിക്കും രാജനൈതിക പ്രസ്ഥാനങ്ങളാണ്. ശരിയാണ്, ഭാഗികമായത് ശരിയാണ്. ജനാധിപത്യത്തിൽ അത് സൃഷ്ടിക്കാനുള്ള ബാധ്യത പ്രധാനമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, ഏത് പാർട്ടിയായാലും, എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടി ഏത് പാർട്ടിയായാലും ഉണ്ട്. പക്ഷെ അതിനും അപ്പുറത്ത് അജണ്ട സൃഷ്ടിക്കാൻ സാധിക്കേണ്ടതില്ലേ? 69-70 കാലഘട്ടത്തിൽ അങ്ങനെ അജണ്ട സൃഷ്ടിച്ച, ഞാനന്ന് കേസരിയുടെ വിതരണക്കാരെന്ന് പറഞ്ഞ വിദ്യാർത്ഥിയായിരിക്കുമ്പം എൻ്റെ അച്ഛൻ്റെ അടി വാങ്ങിക്കൊണ്ടാണ് കേസരി കൊടുക്കുന്നത്. കാരണം പത്രവിതരണത്തിന് പോകുന്ന മോശത്തിലോ കേസരി 25-ഓ 30-ഓ ആദ്യകാലത്തെ ഏജൻ്റായ നിങ്ങളെല്ലാം ആദരിക്കേണ്ടതാണ്. ആണോ? അപ്പോൾ അതുവരെ കൊണ്ടാവുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഒരു അജണ്ട കേളപ്പജിയെ പോലുള്ള ആളുകൾ എല്ലാ ജീവിത പരീക്ഷണവും കഴിഞ്ഞ് അവസാനം എത്തിപ്പെട്ടത് കേസരിയുടെ മുകളിലേക്ക് കടന്നു വന്ന ആളുകളാണ്. ഒരു ജീവിതം, ഒരു പുരുഷായുസിലെല്ലാം പരീക്ഷിച്ചു. രാജനൈതികവും സ്വാതന്ത്ര്യ സമരവും. കേരളത്തിൻ്റെ കേളപ്പജിയെ നമ്മൾ അറിയപ്പെട്ടത് കേരള ഗാന്ധി എന്നാണ്. പക്ഷെ അവസാനം അദ്ദേഹം എത്തിപ്പെട്ടത് ഇവിടേക്കാണ്, ധർമ്മത്തിൻ്റെ പന്താവിലേക്കാണ്. അതുകൊണ്ടാണ് അങ്ങാടിപ്പുറം തലക്ഷേത്ര സമരം നയിക്കുമ്പം നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, കേരളം കണ്ട ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാവായ ഒരാളായ എ.കെ. ഗോപാലൻ കേളപ്പേട്ട. നവരാത്രിയുടെ ഈ പുണ്യ നിമിഷങ്ങളിൽ കോഴിക്കോട് കേസരി ഭവനിലാണ് ഈ സർഗസംവാദം സംഘടിപ്പിക്കുന്നത്. അതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുൻ ഗോവ ഗവർണർ കൂടിയായ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള സംസാരിച്ചത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.